വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഒരിക്കൽ കൂടി ഇന്ന് നമ്മൾ നടത്തുന്നത് ഇങ്ങനെയുള്ള ക്ലാസ് ആരംഭിച്ചിരുന്നത് 31ാമത്തെ ക്ലാസ്സാണ്. 31 പ്രഭുവിനെ കർത്താവ് ഈ ദിവസങ്ങളെല്ലാം നമുക്കിങ്ങനെ മലയാളത്തിലും പറയുവാനായിട്ട് എനിക്കും ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. ഞാൻ വളരെ സന്തോഷവാനാണ്. നമുക്ക് എപ്പോഴും ഞാനിപ്പോൾ ഹിന്ദിയിൽ റെക്കോർഡിങ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ ഇച്ചിരിയൊക്കെ ഹിന്ദി കയറി വരുന്നുണ്ടാവും. നിങ്ങൾ സദയം ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രാണന്റെ രക്ഷയെക്കുറിച്ചും അതിൽ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണം, നമ്മുടെ ജീവിതം ഇന്ന് പ്രകാരമാണ് നമ്മൾ നയിക്കുന്നത്, ആരാണ് കർത്താവിൻ്റെ മണവാട്ടിയായി തീരുന്നത്. കർത്താവിൻ്റെ മണവാട്ടി വിവാഹം കഴിഞ്ഞ ശേഷം കർത്താവിനോടുകൂടെ 1000 ആണ്ട് ഭരിക്കാനായിട്ട് വരും. അപ്പോൾ അത് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പ് ആ കാര്യം വെളിപ്പെടുന്നത്. അവരെ പൂർണ്ണമായും കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്ന് കർത്താവിനോടുകൂടെ കഷ്ടസഹിച്ച് ജയാളികളായി അങ്ങനെ ന്യായാസനത്തിന് മുമ്പിൽ അവർ പ്രതിഫലങ്ങളൊക്കെ പ്രാപിച്ച് അവിടെ നീതിപ്രവർത്തികൾ എന്ന ആ തേജോമയമായ വസ്ത്രം ധരിച്ച് കിരീടധാരികളായി കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ച അതിനുവേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരും. അന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ എല്ലാവർക്കും അന്ന് കർത്താവിനോട് കൂടെ രാജ്യം ഭരിക്കാൻ ഇടയാകണം. അപ്പം ഇന്ന് നമുക്കതിനെ ഒന്നുകൂടെ ലളിതമായി മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം, പഴയ നിയമത്തിലെ അനേക കാര്യങ്ങൾ ഒരു നിഴലാണ്, പുതിയ നിയമം അതിൻ്റെ പൊരുളാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ക്രിസ്തുവിലായിരിക്കുന്ന ജീവിതത്തെ കാണിക്കുന്ന ഒരു ജീവിതമാണ് കനാനിലുള്ള ജീവിതം. കനാൻ എന്നുള്ളത് അവർക്കുള്ള വാഗ്ദത്ത ദേശമാണ്, അവരുടെ വിശ്രമ സ്ഥലമാണ്. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വിശ്രമ സ്ഥലമാണ് കനാൻ ദേശം. അപ്പോൾ ഞാൻ ആ കനാൻ ഏത് നിലയിലാണ് ക്രിസ്തുവിൻ്റെ നിഴലായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് അല്പമായിട്ട് പറയുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുന്നത് എത്ര നല്ലതെന്നറിയാമോ? കർത്താവ് കാരണം പഴയ നിയമ ഇസ്രായേൽ നമുക്കൊരു വലിയൊരു മുന്നറിയിപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരിക്കണം, നമ്മൾ എത്രമാത്രം കരുതി ജീവിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കനാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, കനാൻ ദേശം ക്രിസ്തുവിൻ്റെ ഒരു മുൻകുറിയാണ്. അത് പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ അതിൽ യഥാർത്ഥത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്ന 2 പേരുടെ സാക്ഷ്യം, അതാരാ? യോശുവയും കാലേബും. അവരുടെ സാക്ഷിമൊഴിയിലുള്ള 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സംഖ്യാപുസ്തകത്തിൽ നിന്ന്, സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം ഞാൻ വായിക്കാം. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് അവര് ആരാ? യോശുവയും യെഹൂദയുടെ മകനായ കാലേബും. അവർ പറയുക, ഞങ്ങൾ സഞ്ചരിച്ചു ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശം. അപ്പോൾ ആ ദേശത്തിന്റെ ഒരു സവിശേഷത എത്രയും നല്ല ദേശം. നോക്കണം, അതൊരു വലിയ പ്രയോഗം. എത്രയും നല്ല ദേശം. എന്നിട്ട് അതിന്റെ കാരണം എത്രയും നല്ല ദേശം. അപ്പം ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. അപ്പൊ ആ ദേശം എങ്ങനെയുള്ളതാണ്? പാലും തേനും ഒഴുകുന്ന ദേശം എന്നാണ് അവർ പറയുന്നത്. നോക്കണം, എത്രയും നല്ല ദേശം. ആ ദേശത്തെക്കുറിച്ച് നമുക്ക് അനേക സവിശേഷതകൾ കാണാൻ കഴിയും. നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക് വന്നാൽ, ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെ വായിക്കുമ്പോഴത്തേക്കും ഞാൻ വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്തുവാ? നല്ലൊരു ദേശം. നോക്കണം. എന്നിട്ട് അതിന്റെ സവിശേഷത നോക്കണം. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതൃനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. ഒന്നിനും കുറവില്ലാത്ത ദേശം. നമ്മൾ നോക്കണം.
ഈ ലോകത്തിൽ അങ്ങനെ ഒരു ദേശമുണ്ടോ? എന്നാൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയ ആ ദേശത്തിൻ്റെ കാര്യമായി പറയുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യത്തിൽ 7 തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളെ കുറിച്ച്, ഭക്ഷിക്കുന്ന വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 7 ഭക്ഷ്യവസ്തുക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞാനത് ഒരുപാട് വിശദീകരിക്കാണ്ട് തന്നെ, അപ്പൊ നമ്മൾ കണ്ടല്ലോ, ഒന്നിനും കുറവില്ലാത്ത, അല്ലേ? ക്രിസ്തുവിലാണ് നമുക്ക് ഒന്നിനും കുറവില്ലാത്ത ഒരു അനുഭവം ഉണ്ടാകുന്നത്. പഴയ നിയമത്തില് അവരോടുള്ള ബന്ധത്തില് അവർക്കത് കനാൻ ദേശം. ഞാൻ ആ 8-ാമത്തെ വാക്യം മാത്രം ഒന്ന് പ്രത്യേകം എടുത്തു പറയാം. അവിടെ 7 കൂട്ടം ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ പെട്ടെന്ന് അതിന്റെ ആത്മീയ അർത്ഥം ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. കാരണം നീണ്ടു വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. ഞാനത് ഇതിനു മുൻപ് ഹിന്ദി ക്ലാസ്സുകളിലൊക്കെ വളരെ വിസ്തരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഗോതമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഗോതമ്പ്. അപ്പൊ നമുക്കറിയാം, ഗോതമ്പ് എന്നുള്ളത് നല്ല ഗോതമ്പ് മണിയായ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. യോഹന്നാൻ 12:24 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. അപ്പം ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തുവിനെയാണ് ഈ ഗോതമ്പ് സൂക്ഷിപ്പിക്കുന്നത്. രണ്ടാമത്തത് യവം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവാണ് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റത്. 3 മുന്തിരിവള്ളി. ഇത് ക്രിസ്തുവിന്റെ യാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. യാഗത്തെ. അപ്പോൾ ഈ യാഗമാണ് എല്ലാ മനുഷ്യരെയും സന്തോഷത്തിലേക്ക് നടത്തുന്ന ഒരു അനുഭവമാക്കി മാറ്റിയത്. 4 അത്തിവൃക്ഷമാണ്. അത്തിവൃക്ഷം മധുരത്തെ, നല്ല ഫലത്തെ കാണിക്കുന്നതാണ്. ഇത് മരുഭൂമിയിൽ വളരുന്ന ഒരു വൃക്ഷമാണല്ലോ. അപ്പം ഏത് പ്രതികൂലത്തിലും മധുരം എന്ന് പറയുക, കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന, ക്രിസ്തുവിനുള്ള ഒരു വ്യക്തി അല്ല, ക്രിസ്തുവിനോട് ലഭിക്കുന്ന ഏത് പ്രതികൂലത്തിലും നമുക്ക് ലഭിക്കുന്ന സാന്ത്വനത്തെ കാണിക്കുന്ന. 5 മാതളനാരകം. ഇത് ക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ, അവന്റെ സമൃദ്ധിയെ കാണിക്കുന്നതാണ്. 6 ഒലിവ് വൃക്ഷം. ഇത് നമുക്കറിയാം, ഇത് പരിശുദ്ധാത്മ നിറവിലുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം പകരുന്ന പരിശുദ്ധാത്മ പകർച്ചയെ കാണിക്കുന്നതാണ്. ഒലിവെണ്ണ നിങ്ങൾക്കറിയാമല്ലോ. 7 പാലും തേനും ഒഴുകുന്ന അവസ്ഥ. ഇതറിയാം, പാലിന്റെ നന്മ, അതിന്റെ മാധുര്യം, അതിന്റെ ശ്രേഷ്ഠത. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ക്രിസ്തുവിനെ ദൈവവചനമെന്ന പാലിൽ കുടിച്ചുകൊണ്ട് ആസ്വദിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നു. ഇങ്ങനെ ഇവയെല്ലാം, ഈ 7 കൂട്ട ഭക്ഷ്യവസ്തുക്കളും കർത്താവിനെ പ്രതിബിംബിക്കുന്നവയാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഒന്നിനും, നമ്മൾ ചിന്തിക്കണം, ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിനും കുറവില്ലാത്ത ദേശം. നമ്മൾ വായിച്ച് ഒന്നിനും കുറവില്ലാത്ത ദേശം നോക്കണേ. നമ്മൾ അതിന്റെ 11-ാം അധ്യായം, ആവർത്തനം 11, അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതാ ദേശം. നോക്കണം, എന്താണ് പറഞ്ഞത്? യഹോവ പരിപാലിക്കുന്ന ദേശം. കണ്ടോ? ഈ ലോകത്തിൽ അങ്ങനെ ഒരു ദേശമുണ്ടോ? അതാണ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി കൊടുത്ത ദേശത്തിന്റെ പ്രത്യേകത. ദൈവം പരിപാലിക്കുന്ന ദേശം. അപ്പൊ പിന്നെ ആ ദേശത്തിന് എന്തെങ്കിലും മുട്ട് വരുമോ? നമ്മൾ ചിന്തിക്കുക. എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് ദൈവം പരിപാലിക്കുന്ന ദേശം. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. കണ്ടോ? ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്ന ഒരു ദേശം. പ്രിയമുള്ളവരെ, ഇതായിരുന്നു പഴയ നിയമ ഇസ്രായേലിന്റെ വിശ്രമ സ്ഥലമായിട്ട് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം. നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ പൂർണ്ണമായ നിഴലായിട്ട് നിൽക്കുന്ന ഒരേ ഒരു പഴയ നിയമത്തിലെ ശരിക്കുള്ള ഒരു കാര്യം, അത് കനാൻ ദേശം മാത്രം. അനേക ഇതുണ്ട്, ഞാനത് പറയാം നിങ്ങളോട്. അപ്പോൾ ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, യെഹെസ്കേൽ 20-ന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരുന്നതുമായ ദേശം. അത് ശ്രദ്ധിക്കണം. സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതായ ദേശം. കണ്ടോ? എന്ന് പറഞ്ഞാൽ അതുപോലെ ആ സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്ന ദേശം, അതിപ്രധാനമുള്ള ദേശം, അതിശ്രേഷ്ഠമായ ദേശം. നോക്കണേ,
ദൈവം പരിപാലിക്കുന്ന ആ ദേശം സർവ്വദേശങ്ങളുടെയും മഹത്വമായ ദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇത് ദൈവമാണ്. ആമോസ് 9:15 പറയുന്നു, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശം. അതാണ് ദൈവം തന്റെ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം. എന്നിട്ട് അതിന്റെ ഒരു പ്രത്യേകത, അത് നമ്മളൊന്ന് പ്രത്യേകം എടുത്ത് വായിക്കണം കേട്ടോ. എന്റെ ദേശം. ആ ദേശത്തെ കുറിച്ച് പറയാണ് യോവേൽ 1:6. എന്റെ ദേശം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു ദേശമുണ്ട് കേട്ടോ. ഇതാണ് യോവേൽ 1:6 ഉണ്ട്, 3:2 അതിന്റെ ബി പാർട്ടിൽ വെച്ചിട്ടുണ്ട്. എന്റെ ദേശം. അപ്പോ കർത്താവിന്റെ ദേശം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദേശമാണ് ദൈവം തന്റെ ജനത്തിന് കൊടുത്തതെന്നാണ് പറഞ്ഞതിന് സാരം. അവിടെ അവർക്കൊന്നിനും മുട്ടില്ല. പാലും തേനും പാലും ഒഴുകുന്ന ദേശം. എന്നാൽ നമുക്കറിയാം, പഴയ നിയമത്തില് കർത്താവിന്റെ ഭാഗികമായിരിക്കുന്ന മുൻകുറികൾ പലതുണ്ട്. എന്നാൽ ഇതുപോലെ പൂർണ്ണമായും കർത്താവിനെ ചിത്രീകരിക്കുന്ന മറ്റൊരു മുൻകുറിയില്ല. ഏതുപോലെ? കനാൻ ദേശം പോലെ. ഒരുപാട് നമുക്ക് വിസ്തരിച്ച് പഠിക്കാനൊക്കെ പറ്റും, മണിക്കൂറെടുത്ത്. അതിന്റെ ആവശ്യം ഇല്ലല്ലോ. ഞാൻ അതിന്റെ ആ സാരാംശം പറഞ്ഞാല്, പഴയ നിയമത്തിൽ ഇസ്രായേൽ അവർക്ക് കൊടുത്തിരുന്ന വിശ്രാമ സ്ഥലം എന്നുള്ളത് കനാൻ ദേശമായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കർത്താവിന്റെ മുൻകുറികളായിട്ട് കാണുന്ന അനേക കാര്യങ്ങളുണ്ട്. ഒന്ന് പെസഹ കുഞ്ഞാട്. അപ്പൊ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടാണ് അവർ വിടുവിക്കപ്പെട്ടത്. അത് ക്രിസ്തുവിന് നേടില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ അവർ മരുഭൂമി യാത്രയിൽ കഴിച്ച മന്ന, അതും ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന കാര്യമാണ്, മന്ന. എന്നാൽ ഇതിലൊന്നും എല്ലാം ഇല്ല. അത് ജസ്റ്റ് വിശപ്പ് മാറ്റാം. പിന്നെ സമാഗമന കൂടാരവും അവരുടെ മധ്യത്തിൽ ദൈവം വസിക്കുന്നു എന്നല്ലാണ്ട് ആ സമാഗമന കൂടാരത്തിന് എല്ലാം ഇല്ല. അത് നമുക്ക് ദൈവം നമ്മളിൽ എവിടെ വസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ആഴമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ശരീരത്തിൽ 3 ഭാഗമുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ സമാഗമന കൂടാരത്തിന് 3 ഭാഗം അല്ലെ? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. എന്നാൽ ദൈവം എവിടെ വസിക്കുന്നു? ദൈവം എവിടെയാണ് വസിക്കുന്നത്? ദൈവം പ്രാകാരത്തിൽ വസിക്കുന്നില്ല, ദൈവം വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നില്ല, ദൈവം അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രമാണ് വസിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിൽ എവിടെയാണ് വസിക്കുന്നത്? ശരീരത്തിൽ വസിക്കുന്നില്ല. ചില വാക്കുകൾ വായിച്ചാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരം. എന്നാൽ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഈ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് ആഴമായിട്ട് മനസ്സിലാവും. കാരണം നമ്മുടെ ശരീരത്തിലല്ല ദൈവം വസിക്കുന്നത്, നമ്മുടെ പ്രാണനിലും അല്ല, അല്ലെങ്കിൽ ദേഹിയിലും അല്ല. പിന്നെ എവിടെ വസിക്കുന്നത്? ആത്മാവിൽ. 2 തിമോത്തി 4:22 വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആത്മാവിനോട് കൂടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് കൂടെ വസിക്കുന്നത്. അതുകൊണ്ടാണ് റോമർ 8:16 വായിക്കുന്നത്, ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു, നാം ദൈവമക്കളാവുന്നു. നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സാക്ഷ്യം പറയും. ഇത് ഒരു ആത്മീയന് ആ ശബ്ദം എല്ലാ ദിവസവും എപ്പോഴും കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇവിടുത്തെ വിഷയം ഈ സമാഗമനം കൂടാ എന്ന് പറഞ്ഞാൽ പെസഹ കുഞ്ഞാട് പൂർണ്ണമായും കർത്താവിനെ പ്രതിബിംബിക്കുന്ന ഒന്നല്ല. ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം, ഒരു വശം മാത്രം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു ഭാഗിക മുൻകുറികളാണ്. അതുപോലെ തന്നെ യാഗങ്ങളും എല്ലാം അത് നമുക്കറിയാം. എന്നാൽ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും ക്രിസ്തുവിന്റെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളുന്ന ഒരേ ഒരു കാര്യം അത് കനാൻ ദേശമാണ്. നമ്മൾ പറയാറില്ലേ, പിന്നെ കർത്താവായ യേശു ക്രിസ്തു അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്ന് നമ്മൾ കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കൊളോസ്യ ലേഖനം 2:9 ഞാൻ വായിക്കാം. അവനല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ അവനിലാണ് ഈ സർവ്വസമ്പൂർണതയും. ഇതുപോലെ തന്നെ അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് എല്ലാ നിലയിലുള്ള ആശ്വാസവും ഉള്ളൂ. ഇതുപോലെ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ അവർക്ക് കനാലിൽ എത്തിയാൽ മാത്രമേ അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന വിശ്രമം ലഭിക്കുമായിരുന്നുള്ളൂ. അതാണ് അത് കാണിക്കുന്നത്. അപ്പോ ഇപ്പൊ നമുക്കറിയാം, ഇന്നിപ്പോ നമ്മള് വെളിച്ചം എന്ന് പറഞ്ഞാല് വെളിച്ചത്തില് എല്ലാം ഉണ്ടോ? ഇല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചം. എന്നാൽ ആ വെളിച്ചം ഒരു കർത്താവിന്റെ ഒരു ഗുണത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സവിശേഷത മാത്രമാണ്. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞല്ലോ, ഞാനാണ് ജീവൻ.
വഴിയും സത്യവും ജീവനും. അപ്പോൾ ഞാനാണ് ജീവൻ. അപ്പോൾ ആ ജീവൻ എന്ന് പറയുന്നത് എല്ലാമില്ല. അല്ലെങ്കിൽ ഞാനാണ് ജീവന്റെ അപ്പം, അല്ലെങ്കിൽ ഞാനാണ് ജീവന്റെ വെള്ളം, ജീവജലം. ഇതൊക്കെ ചില ഭാഗികമായിരിക്കുന്ന കർത്താവിന്റെ ചില ഗുണങ്ങളെ, സവിശേഷതകളെ മാത്രം എടുത്തു കാണിക്കുന്നതാണ്. എന്നാൽ നമുക്ക് എവിടെയായിരിക്കണം? നമ്മൾ ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തു എന്തായിരിക്കുന്നു? ചില സവിശേഷതകൾ മാത്രമല്ല, ക്രിസ്തുവിന് നമുക്ക് എല്ലാമായി ആസ്വദിച്ചുകൊണ്ട് ആ വിശ്രമത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞവനാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തി. അവന് ഓരോ ദിവസവും അവന്റെ പ്രാണന്റെ രക്ഷയിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ കനാൻ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ടു. എന്നാൽ അനേകരും സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ടെങ്കിലും അനേകരും സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. എന്താ ഈ സ്വസ്ഥത? അവർക്കുള്ള സ്വസ്ഥത കനാൻ ദേശമാണ്. അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ എടുത്ത് പ്രത്യേകം അത് വായിക്കാം. വായിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ എബ്രായ ലേഖനം അതിന്റെ 3-ാം അധ്യായം, ഞാൻ എബ്രായ ലേഖനത്തിന് 3:18-19 വാക്യം ഞാൻ വായിക്കാം. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കേട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ആരെക്കുറിച്ച് പറയുന്നേ? ഇസ്രായേൽ മക്കളെ കുറിച്ച്. അപ്പോൾ 20 വയസ്സിന് മേലെയുള്ള 6,03,350 പേര് പുറപ്പെട്ടതിൽ നമുക്കറിയാം വാഗ്ദത്തദേശത്ത് പ്രവേശിച്ചത് വെറും 2 പേരാണ്, യോശുവയും കാലേബും. ബാക്കിയുള്ളവരൊക്കെ മരുഭൂമിയിൽ പട്ടുപോയി. അവർക്ക് ആ സ്വസ്ഥതയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കനാൻ ദേശത്തെ കുറിച്ചാണ്. അതിനെ തുടർന്ന് ഇച്ചോടെ വായിക്കാം. 4-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അപ്പൊ ഇവിടെ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇസ്രയേലിനെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ശക്തമായ മുന്നറിയിപ്പ് വരിക. കാരണം ഇന്ന് ഈ സദ്വർത്തമാനം കേട്ടിട്ട്, സുവിശേഷം കേട്ടിട്ട്, സുവിശേഷത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത്, ആ കർത്താവിനെ സ്വീകരിക്കാതിരിക്കുന്നത് എത്ര ദുഃഖകരമായൊരു കാര്യമാണ്. നമ്മൾ കർത്താവിലായി ആ വിശ്രമത്തിലായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് കേട്ടു, അവരെ പോലെ എന്ന് പറയാൻ ഇസ്രായേൽ ജനങ്ങളെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നോക്കണേ പ്രിയമുള്ളവരെ, അവർക്ക് ഉപകാരമായി വന്നോ? കേട്ട വചനം അവർ വിശ്വസിച്ചില്ല. ഇന്നും അതല്ലേ, നമ്മൾ എത്രയോ പേരുടെ സുവിശേഷം പറയുന്നുണ്ട്. കേൾക്കുന്നവരെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അവരിൽ ശോഭിക്കാതിരിപ്പാൻ. നിങ്ങൾക്കറിയാലോ, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3-4 വാക്യം നമ്മൾ ചിന്തിക്കണേ. സുവിശേഷം പറയുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അത് വിശ്വാസത്തോടെ കേട്ട് അത് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ എത്രമാത്രം അത് ദൈവവചനമായിട്ട് കേട്ടിട്ട് അത് വിശ്വസിച്ച് അംഗീകരിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ അവർക്ക് അത് കഴിഞ്ഞില്ല. വിശ്വസിച്ചവരായി നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. കണ്ടോ, വിശ്വസിക്കുന്ന ഇന്നും ഏതെല്ലാം നിലയിലുള്ള അവസ്ഥയിൽ നിന്നും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുക. അപ്പൊ അവർക്കത് കഴിഞ്ഞില്ല. എന്നിട്ട് അതിന്റെ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് അതിന്റെ 11-ാം വാക്യം, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമനിഷ്ഠാനത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. അപ്പോൾ ഇനിയും ഈ സുവിശേഷം കേട്ടിട്ട് കഴിഞ്ഞ നാളുകളിൽ വിവിധ നിലകളിൽ ആരാണ് ക്രിസ്ത്യാനി, എന്താണ് വിശ്വാസം, എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്, എന്താണ് രക്ഷ, ഇതിനുള്ള അനേക കാര്യങ്ങൾ ഓരോ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളോട് പറയാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പറയട്ടെ,
നമുക്ക് അത് കേട്ടിട്ട് വിശ്വസിച്ച് നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞോ? അതോ നമ്മൾ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കൊണ്ടിരിക്കണോ? അപ്പം നമുക്ക് ഈ സ്വസ്ഥത എന്നുള്ളത് അത് പൂർണ്ണമായ ഒന്നാണ്, നിറവുള്ള ഒന്നാണ്, തികമയുള്ള ഒന്നാണ്. പഴയ നിയമ ഇസ്രായേലുള്ള ബന്ധത്തിൽ ഈ വാഗ്ദത്ത ദേശമാകുന്ന കനാനായിരുന്നു ആ ജനത്തിന്റെ സ്വസ്ഥത എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവാണ് ഇന്ന് നമ്മുടെ സ്വസ്ഥത. കാരണം അവൻ നമ്മുടെ എല്ലാമാണ്. കർത്താവിൽ നമുക്ക് എല്ലാം ഉണ്ട്. അവനാണ് നമ്മുടെ ജീവന്റെ അപ്പം, അവനാണ് നമ്മുടെ ജീവന്റെ വെള്ളം, അവനാണ് നമ്മുടെ സമാധാനം, അവനാണ് നമ്മുടെ പ്രത്യാശ, അവനാണ് നമ്മുടെ ഭാവി. കർത്താവാണ് നമ്മുടെ നീതി, വിശുദ്ധി, എല്ലാം നമ്മുടെ കർത്താവ്. ആ കർത്താവിനാണ് 1 കൊരിന്ത്യർ 1:30 പറയുന്ന പോലെ പിതാവ് നമ്മളെ പുത്രനിൽ ആക്കി വെച്ചിരിക്കുന്നു. ഈ പുത്രൻ നമ്മുടെ ജ്ഞാനമാണ്, നീതിയാണ്, വിശുദ്ധിയാണ്, വീണ്ടെടുപ്പാണ്. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്ന് യഥാർത്ഥമായും ക്രിസ്തുവിലായിക്കൊണ്ട് ആ യഥാർത്ഥ വിശ്രമത്തിന്റെ അനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെത്ര പ്രതികൂലത്തിലും നമുക്ക് സംതൃപ്തരായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് എത്രയോ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അവർ ക്രിസ്തുവിലല്ല എന്നുള്ള യാഥാർത്ഥ്യം അവരറിയുന്നില്ല. ക്രിസ്തുവിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതവസ്ഥയിലും എന്തിനും മതിയാവനായി, ഏതവസ്ഥയിലും സംതൃപ്തിയോടെ ജീവിക്കുവാൻ പൗലോസ്ലീഹായുടെ ആ ഒരു വാക്യം നമുക്ക് ഫിലിപ്പിയർ ലേഖനത്തിൽ വായിക്കാൻ കഴിയും. ഫിലിപ്പിയർ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളാണ് വായിക്കാം. ഉള്ള അവസ്ഥയിൽ അനുഭവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്മയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തരായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ താൻ എപ്പോഴും തൃപ്തനാണ്, തനിക്കൊരു കംപ്ലൈന്റ് ഇല്ല. അത് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ആ സ്വസ്ഥതയാണ്. അതാണ് യഥാർത്ഥ സ്വസ്ഥത. ഒന്നിനെക്കുറിച്ചും യാതൊരു ടെൻഷനുമില്ല. എല്ലാ കാര്യങ്ങൾക്കും കർത്താവിന് മാത്രം കൊടുക്കുക. ഏതവസ്ഥയിലും കർത്താവിനെ സ്തുതിക്കാൻ കഴിയുക, അതെത്ര വലിയ കാര്യമാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവഗീതം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നോക്കണം, ക്രിസ്തുവിലായിരിക്കുന്ന നാം എങ്ങനെയായിരിക്കണം? നമ്മൾ കർത്താവിൽ എല്ലാം അനുഭവിക്കുന്നവരായിരിക്കണം. നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അതാണ് നമുക്കുള്ള ദേശം എന്ന നിലയിൽ കർത്താവാണ്. കൊളോസ്യർ 2:6-7 ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. അപ്പോൾ അവനിൽ വേരൂന്നുക. അപ്പോൾ യേശു നമ്മുടെ കനാനാണ്. യേശുവാണ് നമ്മുടെ കനാൻ ദേശം. അവനിലാണ് നമ്മൾ നടക്കേണ്ടത്, അവനിലാണ് നമ്മൾ വേരൂന്നേണ്ടത്. നോക്കണം, അപ്പോൾ ഇന്ന് നമുക്ക് എത്രമാത്രം കർത്താവിലേക്ക് വേരൂന്നുവാൻ കഴിഞ്ഞു. അനേകർക്കും ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ തന്നെ അവര് തളർന്ന് നഷ്ടപ്പെടുക. പ്രിയമുള്ളവരെ, യഥാർത്ഥമായിരിക്കുന്ന ആ ദൈവത്തിന്റെ സമാധാനത്തിൽ നമുക്കിപ്പോൾ ആയിരിക്കാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥമായിരിക്കുന്ന ആ വിശ്രമം നമുക്കിന്ന് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് പറഞ്ഞല്ലോ, മത്തായി 11:29 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ, അതിന്റെ 28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ ഏവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവൻ. അപ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്നാൽ നമുക്ക് അതിന് ഒരു വിശ്രമമുണ്ട്, നമുക്കൊരു സ്വസ്ഥതയുണ്ട്. ഏത് കാര്യവും അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏത് സമയവും കൃപാസനത്തിനടുത്ത് ചെല്ലുക. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കർത്താവിൽ നിന്ന് ചോദിച്ച് പ്രാപിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർ 8:1. നിങ്ങൾ നോക്കണം പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിനെക്കുറിച്ചും ചഞ്ചലപ്പെടേണ്ടതില്ല.
കർത്താവ് നമുക്ക് നിത്യജീവനെ തന്നു. നാം ആ ജീവനിലായിരിക്കുന്നു എന്നുള്ളത് എത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഇന്ന് ഞാൻ യഥാർത്ഥമായും ക്രിസ്തുവിലാണോ, ക്രിസ്തു എന്നിലുണ്ടോ, ഞാൻ ക്രിസ്തുവിലാണോ, ഈ കാര്യം ഒന്ന് നന്നായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ കഴിഞ്ഞ സന്ദേശങ്ങളിലൊക്കെ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നിങ്ങളോട് പറയുകയുണ്ടായി. എന്താണ് വീണ്ടും ജനനം, ആരാണ് ക്രിസ്ത്യാനി, എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്നത്, ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ആ ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം, അത് ദൈവത്തിൻ്റെ ദേശമായി. എൻ്റെ ദേശം എന്നാണ് കർത്താവ് പറഞ്ഞ്. എത്ര പ്രയോഗമല്ലേ, എൻ്റെ ദേശം ഞാൻ അവർക്ക് കൊടുത്തു. ദൈവം പരിപാലിക്കുന്ന ദേശം എത്ര വിലപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ആ ദേശത്തിൻ്റെ സവിശേഷതകളൊക്കെ നമുക്ക് കണ്ടില്ലേ. അതാണ് നമുക്ക് ക്രിസ്തുവിൽ പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. പിതാവ് നമ്മളെ പുത്രനിലാക്കി വെച്ചിരിക്കുന്നു. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്. അപ്പം ഇന്ന് ഞാൻ ക്രിസ്തുവിലാണോ, ഞാൻ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ, അല്ലേ? 2 Corinthians 13:5 വായിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് പരിശോധിക്കണം. ക്രിസ്തു നമ്മളിൽ ഉണ്ടോ, ഞാൻ ക്രിസ്തുവിലാണോ, എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വസ്ഥത ആസ്വദിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആരും ഈ സ്വസ്ഥത നഷ്ടപ്പെടുത്തരുത്. കർത്താവിലുള്ള ആ പൂർണ്ണമായ ആശ്രയം, കർത്താവിലായിരിക്കുന്നു എന്നുള്ള ആ പൂർണ്ണമായ ബോധ്യം. പിന്നെ അനേകരും യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കാത്തതുകൊണ്ട് പലരിലും ഭയങ്കര ടെൻഷനാണ്. അനേകം വിശ്വാസികൾ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അവർ ദൈവജനം വിശ്വസിച്ച് അത് സ്വീകരിച്ചിട്ടില്ല, അവരത് കൈക്കൊണ്ടിട്ടില്ല, അവരത് സമ്മതിക്കില്ല. അവർ പെട്ടെന്ന് ടെൻഷനിലാകുന്നു, പെട്ടെന്ന് തന്നെ അവരുടെ സമനില തെറ്റിപ്പോകുന്നു. അവർക്ക് ആ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല. അതൊരു കപടതയുടെ ആത്മാവാണ്, വഞ്ചനയുടെ ആത്മാവാണ്, ഫോഷ്കിൻ്റെ ആത്മാവാണ്. അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഞാൻ യഥാർത്ഥമായിട്ടും, ചിലർ വിചാരിക്കുന്നത് ഞാൻ സ്നാനപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവരെ രക്ഷാനുഭവം ഇല്ലാതെ പോയി സ്നാനപ്പെട്ടു, അതുകൊണ്ട് അവരിൽ ക്രിസ്തു ഉണ്ടെന്നോ അവർ ക്രിസ്തുവിലാണെന്നോ ഒന്നും യാതൊരു തെളിവുമല്ല. ഈ സ്നാനപ്പെട്ടോ എന്നുള്ളതല്ല വിഷയം. നീ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടോ, നീ വീണ്ടും ജനിച്ചുവോ, ഇന്ന് ദൈവം ഒരുക്കിയ ആ സ്വസ്ഥതയിൽ നിനക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞോ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദേഹരവുമായി വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ നിനക്കത് സംതൃപ്തമായ പൂർണ്ണ സ്വസ്ഥതയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇന്ന് ഉറപ്പോടുകൂടി നമുക്ക് പറയാൻ കഴിയണം, ഒരു ചഞ്ചലമില്ലാതെ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ സ്വർഗത്തിലായിരിക്കും എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അത് നമുക്ക് കഴിയുമോ? ഇന്ന് യഥാർത്ഥമായിട്ടും നമുക്ക് ആ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സ്വസ്ഥത കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കുന്ന അനുഭവമാണ്. ആ അനുഭവത്തിൽ അയക്കാൻ കഴിയുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ആ സ്വർഗീയ സന്തോഷം, ഞാൻ പറഞ്ഞല്ലോ, ആ ആത്മാവിൻ്റെ ഫലം അത് നമ്മളിലുണ്ടാവും. ആത്മാവിൻ്റെ ഫലം നിങ്ങൾക്കറിയാമല്ലോ, ഗലാത്യർ 5:22-23. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് നമ്മളിലുണ്ടാവും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്! യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വസ്ഥതയല്ലേ അത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, നിങ്ങൾ യഥാർത്ഥമായും ക്രിസ്തുവിൽ തന്നെ ആയിരിക്കുന്നോ, ക്രിസ്തു നിങ്ങളിലും നിങ്ങൾ ക്രിസ്തുവിലും ആണെന്ന് ഉറപ്പുണ്ടോ, അത് പരിശോധിക്കണം. അങ്ങനെയുള്ളവർ ഇന്ന് യഥാർത്ഥത്തിൽ ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ച് അവർക്ക് യാതൊരു ചഞ്ചലവും ഇല്ല. അതുകൊണ്ട് ധൈര്യമുള്ള, ഉറപ്പുള്ള, പ്രത്യാശ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു ജീവൻ നയിച്ച് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിപ്പാൻ ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.